സ്വാഗതം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തെക്കൻ മേഖലയിലെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,166 വാർഡുകളിലാണ് ഒന്നാം ഘട്ടം വിധി എഴുതിയത്. പഞ്ചായത്ത് 471, ബ്ലോക്ക് പഞ്ചായത്ത് 75, ജില്ലാ പഞ്ചായത്ത് 7, മുനിസിപ്പാലിറ്റി 39, കോർപ്പറേഷൻ 3 എന്നിങ്ങനെയാണ് കണക്ക്. ഈ മണ്ഡലങ്ങളിൽ 36,630 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അതേസമയം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 ജില്ലകളിലായി നടന്ന വോട്ടെടുപ്പിൽ 70.91% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നു. കഴിഞ്ഞ തവണ ഈ 7 ജില്ലകളിൽ 73.79% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ജില്ലാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ 74.58% പോളിംഗ് രേഖപ്പെടുത്തിയ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. അതേസമയം 66.78% രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. മറ്റ് ജില്ലകളിലെ പോളിംഗ് ശതമാനം ഇങ്ങനെയാണ്: തിരുവനന്തപുരം 67.40%, കൊല്ലം 70.36%, ആലപ്പുഴ 73.76%, കോട്ടയം 70.96%, ഇടുക്കി 71.77%. ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് കുതിച്ചതിനാൽ കനത്ത പോളിംഗ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഉച്ചയോടെ പോളിംഗ് മന്ദഗതിയിലാവുകയായിരുന്നു. കോർപ്പറേഷനുകളിൽ ശക്തമായ മത്സരമുള്ള വാർഡുകളിൽ 70-ന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അതേസമയം സംസ്ഥാനത്ത് ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കിയെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. പോളിംഗ് ശതമാനം കേന്ദ്രീകരിച്ചുള്ള പതിവ് വിലയിരുത്തലുകൾക്കും അപ്പുറം മുന്നൊരുക്കവും തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്തതും മുതൽ കൃത്യവും കാര്യക്ഷമമായി പ്രവർത്തിച്ചതടക്കം ഘടകങ്ങൾ മുൻനിർത്തിയാണ് UDFന്റെ ആത്മവിശ്വാസം. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. ഇത് നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിച്ചു. ഭരണവിരുദ്ധ വികാരത്തെ ചെറുക്കാൻ ക്ഷേമാനുകൂല്യങ്ങൾ ഉയർത്തിക്കാട്ടി ഇടതുമുന്നണിയെ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കി പ്രതിരോധത്തിലാക്കാനായെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാമ്പാർ മുന്നണി അടക്കം വിമതശല്യം UDFന് തലവേദനയായിരുന്നെങ്കിൽ ഇത്തവണ അത് കുറയ്ക്കാനായത് ഗുണം ചെയ്തു. UDF ഘടകകക്ഷികൾ ഒത്തിണക്കത്തോടെ മുന്നോട്ട് പോയത് ടീം UDF എന്ന നിലയിലെ പ്രവർത്തന തുടർച്ച എല്ലാ ജില്ലകളിലും ചെറുതല്ലാത്ത ഗുണം ചെയ്തു. അവസാന ഘട്ടത്തിൽ ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ജനവിധിയെ ബാധിക്കില്ലെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ നടപടിയെടുത്തു. അറസ്റ്റ് ചെയ്യാത്ത സർക്കാർ നിലപാടാണ് ചർച്ചയായതെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. സർക്കാരിന്റെ പരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞ കുറ്റപത്രവും ഇവ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ തയ്യാറാക്കിയ മാനിഫെസ്റ്റോയും അനുകൂല ജനവിധി ഉണ്ടാക്കുമെന്ന് UDF ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, വനിതാ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയും യുവ സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകിയുമുള്ള UDFന്റെ പുത്തൻ തന്ത്രങ്ങൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലും ഇനി നടക്കാൻ പോകുന്ന വടക്കൻ ജില്ലകളിലും ഉൾപ്പെടെ അനുകൂലമാകുമെന്ന ഉറച്ച വിശ്വാസം UDFനുണ്ട്. പക്ഷേ LDFന്റെ കാര്യം അങ്ങനെയല്ല. LDFന് ആത്മവിശ്വാസത്തോടൊപ്പം ആശങ്കയുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചില്ലെങ്കിൽ നേരത്തെ ജയിച്ച തദ്ദേശ സ്ഥാപനങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഭയം ഇടതിനുണ്ട്. സ്വർണ്ണക്കൊള്ള വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിൽ നീറിപ്പുകഞ്ഞാൽ കനത്ത തോൽവി ഉണ്ടാകുമെന്ന് ഭയക്കുകയാണ് LDF. ശബരിമല യുവതി പ്രവേശന കാലത്ത് CPM വിരുദ്ധ വികാരം വിശ്വാസി സമൂഹത്തിൽ ആളിക്കത്തിയിരുന്നു. അത് തുടർന്നുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ പുറത്ത് പ്രകടമാകാത്ത ജനരോഷം ഉണ്ടോ എന്നതിലാണ് LDFന്റെ ആശങ്ക. വിമതശല്യം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളത് LDFന്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്നുണ്ട്. അതേസമയം വലിയ മുന്നേറ്റത്തോടൊപ്പം ചരിത്രം തിരുത്തി തലസ്ഥാന കോർപ്പറേഷൻ ഭരണം പിടിക്കാമെന്ന് പ്രഖ്യാപിച്ച NDAക്ക് തെക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ എല്ലാം പ്രവചനാതീതമാണ്. കോർപ്പറേഷനിൽ ഭരണപ്രതീക്ഷയുണ്ടെങ്കിലും UDF കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായ മത്സരം കാഴ്ചവെച്ചത് തിരിച്ചടിയാകുമോ എന്ന കനത്ത ആശങ്കയിലാണ് BJP. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കോർപ്പറേഷൻ കൗൺസിലറുമായ തിരുമല അനിലും RSS നേതാവ് ആനന്ദ് K തമ്പിയും ആത്മഹത്യ ചെയ്തതിൽ നേതൃത്വം പ്രതിരോധത്തിലായിരുന്നു. ഇവ ഏതു തരത്തിൽ പ്രതിഫലിച്ചുവെന്നത് പ്രധാനമാണ്. അതേസമയം 1 മാസം നീണ്ട ആവേശ പോരാട്ടത്തിനൊടുവിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് 1 ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ നിശബ്ദ പ്രചാരണമാണ് നിലവിൽ നടക്കുന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വ്യാഴാഴ്ച വിധി എഴുതാൻ ഒരുങ്ങുന്നത്. ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും. 470 പഞ്ചായത്തിലെ 927 വാർഡിലേക്കും 77 ബ്ലോക്ക് പഞ്ചായത്തിലെ 1177 ഡിവിഷനിലേക്കും 47 മുനിസിപ്പാലിറ്റിയിലെ 1834 ഡിവിഷനിലേക്കും
തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളായി 188 ഡിവിഷനിലേക്കുമാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. മലപ്പുറത്ത് മൂത്തേടം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി മരിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മുനിസിപ്പൽ കൗൺസിലിന് 2027 സെപ്റ്റംബർ 10 വരെ കാലാവധി ഉണ്ട് എന്നതിനാൽ അവിടെ തെരഞ്ഞെടുപ്പില്ല. പഞ്ചായത്തുകൾ 28,288 ബ്ലോക്കിലേക്ക് 3,742 പേർ, ജില്ലാ പഞ്ചായത്തിലേക്ക് 681 പേർ, മുനിസിപ്പാലിറ്റിയിലേക്ക് 5,551 പേർ, കോർപ്പറേഷനുകളിലേക്ക് 751 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ കണക്ക്. അതേസമയം വടക്കൻ കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ചില പ്രത്യേകതകളുണ്ട്. കാരണം ഇവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നായി മത്സരിക്കുന്നവരിൽ ഏറെയും മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികളാണ്, പ്രത്യേകിച്ച് വനിതകളായ യുവ സ്ഥാനാർത്ഥികൾ. മുസ്ലിം ലീഗിന് ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കേരളത്തോളം പഴക്കമുണ്ട്. കേരളം ഉണ്ടായതു മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിവായി ഉയരുന്ന ചോദ്യമാണിത്. എന്തിന് ഇടതുമുന്നണി നേതാക്കൾ ഉൾപ്പെടെ ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന് വനിതകളെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നും പുരുഷ മേധാവിത്വമാണെന്നും പരിഹസിച്ചവരും കുറ്റപ്പെടുത്തിയവരുമുണ്ട്. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് യുവ വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയത്. ഇതിനു മുമ്പ് മുസ്ലിം ലീഗ് വനിതകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരുന്നു. എന്നാൽ ഇത്തവണ അതിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ലീഗ് തട്ടകമായ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, ലീഗിന് ശക്തിയുള്ള കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പെൺജനപ്രതിനിധികളിൽ ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൊണ്ട് ഉയർന്നുവന്ന നിരവധി പേരുണ്ട്. ഫാത്തിമ തഹ്ലിയ ബ്രസീലിയ, ഫാത്തിമ സുഫീല, ഷഹീദ റാഷിദ്, മുഹീദ തസ്നി, നജ്മ തബ്ഷീറ, ഷീജ നവാസ്, ഫൗസിയ സജീർ, സുനിത അഷ്റഫ് തുടങ്ങി ലീഗിന്റെയും MSF-ന്റെയും ശക്തരും നേതൃത്വ പാഠവുമുള്ള നിരവധി യുവ വനിതാ സ്ഥാനാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയിരിക്കുന്നത്. ഇത് അത്ര ചെറിയ കാര്യമല്ല. അഴിമതിയോ പക്ഷാപാതമോ ഉൾപ്പെടെ ക്രമക്കേടുകളിലൊന്നും പെടാതെ നാടിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള യുവനേതാക്കളായ വനിതകളെയാണ് ലീഗ് സ്ഥാനാർത്ഥികളാക്കിയത്. ഇതൊന്നുമല്ലാത്ത സാധാരണ അംഗങ്ങളായും നാടിന് പ്രിയപ്പെട്ടവരായി മാറിയവരുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന MLA-മാരും MP-മാരുമുള്ള മന്ത്രിമാരും ഉണ്ടായിരുന്ന, ഇനിയും ഉണ്ടാകാനിടയുള്ള ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ്. ഒപ്പം വനിതകളെയും യുവജനങ്ങളെയും സാധാരണക്കാരെയും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മുസ്ലിം ലീഗും ടീം UDF-ഉം രംഗത്തിറക്കിയത് തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം പേരാമ്പ്ര പോലീസ് മർദ്ദനത്തിന് ശേഷം ഷാഫി പറമ്പിൽ MP നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് നേട്ടമാകുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. വടകര മുനിസിപ്പാലിറ്റി ഇക്കുറി മാറുമെന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നത്. തനിക്കായി ഒരിക്കൽ വീടുകളിൽ വോട്ട് ചോദിച്ച തന്റെ പ്രവർത്തകർക്കായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വോട്ട് ചോദിക്കുകയായിരുന്നു. ഇത് കോൺഗ്രസിനും ടീം UDF-നും നേട്ടമാകുമെന്നതിൽ സംശയമില്ല. ഇത്തരത്തിൽ യുവ നേതാക്കളും മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും ഒപ്പം പ്രവർത്തകരും ചേർന്നുള്ള മികച്ച സംഘടനാ പ്രവർത്തനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.